ഹായ് സോൾസ്. സോ റീയൂണിയനും യൂണിയനും തമ്മിലുള്ള ഒരു ഡിഫറൻസസും ചോദിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ലൈവ് റീഡിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. റീയൂണിയൻ ആകുമോ? അപ്പോൾ കാർഡ്സിൽ ചിലപ്പോൾ യെസ് വരാറുണ്ട്, നോ വരാറുണ്ട്, അങ്ങനെ ടൈം പീരീഡൊക്കെ വരാറുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ലൈവ് റീഡിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാർഡ് എടുത്ത് റീഡ് ചെയ്യുന്നതാണ്. ആൻഡ് നിങ്ങളുടെ അപ്പത്തെ എനർജി വെച്ചിട്ടാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. നമ്മളൊരു ഡീറ്റെയിൽ റീഡിംഗ് എടുക്കുമ്പോഴാണ് കറക്റ്റ് അവർ വരുമോ, ഡെസ്റ്റിനിയിലുള്ളതാണോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അതുകൊണ്ട് അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഒരു കാര്യം, റീയൂണിയൻ എന്ന് പറയുന്നത് അതിപ്പോൾ ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെങ്കിലും അല്ലെങ്കിലും രണ്ട് പേര് കൂടി ചേരണമെങ്കിൽ രണ്ട് പേരുടെ എനർജീസ് സെയിം ആയിരിക്കണം. അല്ലെങ്കിൽ അവർ ഒരു നല്ലൊരു വൈബ്രേഷനിലാവുമ്പോഴാണ് നമുക്ക് ആ ഒരു പ്രണയം അനുഭവിക്കാനും തിരിച്ചു കൊടുക്കാനും സാധിക്കുകയുള്ളൂ. നമ്മൾ ഭയങ്കര ഡിസ്റ്റോർട്ടഡ് എനർജി അല്ലെങ്കിൽ ഭയങ്കര ലോ എനർജിയിൽ ഭയങ്കര തല പൊകിഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്കൊരാൾ ലൈഫിലേക്ക് കൊണ്ടുവരാനും അല്ലെങ്കിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയോ മനസ്ഥിതിയോ ഉണ്ടാവില്ല. സോ എപ്പോഴും ഹീൽഡ് ആയി കഴിയുമ്പോൾ മാത്രമേ, ഇപ്പോൾ ട്വിൻ ഫ്ലെയിം ജേർണിയുടെ കേസിലാണ് എനിക്ക് പറയാൻ സാധിക്കുക, ഞാൻ ട്വിൻ ഫ്ലെയിം ആയതുകൊണ്ട്. അപ്പോൾ ട്വിൻ ഫ്ലെയിം ജേർണിയുടെ കേസിലാണെങ്കിൽ രണ്ട് പേരും റീയൂണിയൻ ആകണമെങ്കിൽ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഇത്ര കൊല്ലം അങ്ങനെയല്ല. നമ്മൾ എത്ര കൊല്ലം കൊണ്ടാണ് നല്ല രീതിയിൽ ഹീൽഡ് സ്റ്റേറ്റിലേക്ക് വരുന്നത്, അപ്പോഴാണ് ആ ചേഞ്ചസ് വരും. മാക്സിമം നമ്മൾ നല്ല രീതിയിൽ ഇന്നോവൊക്കെ ചെയ്യുന്ന ഒരു പേഴ്സൺ ഒരു 2-3 ഇയേഴ്സൊക്കെ ആകുമ്പോഴേക്കും ഒരു 4-5 ഇയേഴ്സിനുള്ളിലൊക്കെ അവർ പെർമനൻറ്റ് റീയൂണിയൻ ആവാറുണ്ട്. എൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ പെർമനൻറ്റ് റീയൂണിയൻ ആയിട്ടില്ല, പക്ഷേ ഞാൻ അതിൻ്റെ ഒരു മിഡ് സ്റ്റേജും കഴിഞ്ഞിരിക്കുന്ന സോൾ പർപ്പസ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ്. ബാലൻസ്ഡ് ആണെന്ന് തന്നെ പറയാം. എനിക്ക് ഒബ്സഷൻസോ DMയുടെ ഒബ്സഷൻസോ അങ്ങനത്തെ ഒരു എനർജി ഒന്നുമില്ല. യൂണിയൻ ആയാലും ഓക്കെ ഇല്ലെങ്കിൽ ഓക്കെ എന്നൊരു എനർജിയാണ്. അതുകൊണ്ടാണ് സോൾ പർപ്പസ് ചെയ്യാനും നമുക്ക് ആ ഒരു കഴിവ് കിട്ടിയിട്ടുള്ളത്, എബിലിറ്റീസ്. അപ്പോൾ റീയൂണിയൻ, ഇപ്പോൾ നമ്മൾ റീയൂണിയൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുറേ നാൾ കോൺടാക്റ്റ് ഇല്ലാതെ ഒരു മെസ്സേജ് വരുന്നു, കോള് വരുന്നു, അതും ഒരു കുട്ടി റീയൂണിയൻ തന്നെയാണ്. പക്ഷെ പെർമനൻറ്റ് റീയൂണിയൻ ആ പേര് പോലെ തന്നെ പിന്നെ അവിടെ സെപ്പറേഷൻസ് ഉണ്ടായിരിക്കില്ല. നിങ്ങൾ പിന്നെ വന്നു കഴിഞ്ഞാൽ കോള് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ബ്ലോക്കിങ്ങോ അല്ലെങ്കിൽ നിങ്ങൾ വിട്ടുപോകുന്ന പണിയോ റൺ ചെയ്യുന്ന പണിയോ DMസോ DFസോ ചെയ്യില്ല. അവർ തമ്മിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള പഴയ കണക്ഷൻ പോലെ തന്നെ ഒന്നുകൂടി ഇവോൾവ് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ DM ഇവോൾവ് അല്ലെങ്കിൽ ഹീൽഡ് ആയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാവും. റിയൽ DFനാണെങ്കിൽ ശരിക്കും മനസ്സിലാവും ഒരു പ്രസൻസ്, അവരുടെ മെസ്സേജിൻ്റെ ടോൺ അല്ലെങ്കിൽ ആ മെസ്സേജിൻ്റെ ടൈപ്പ് ചെയ്യുന്ന രീതിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അവർ ഒരുപാട് ഈഗോ സെൽഫിലല്ല, ഞാൻ എന്നുള്ള വാക്കിൽ നിന്ന് ആയിരിക്കില്ല. അവർ ഭയങ്കരമായിട്ട് നമ്മൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭയങ്കരമായിട്ടൊരു ഈഗോ കുറഞ്ഞിരിക്കുന്ന സെൽഫ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. പിന്നെ പെർമനൻറ്റ് റീയൂണിയൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെപ്പറേഷൻസ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ആ ഒരു സ്റ്റേജിലേക്ക് എത്തണമെങ്കിൽ സ്റ്റാർട്ടിങ് ഇപ്പോൾ കുറേ പേര് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ കാണുന്നവരുണ്ട്. അതുപോലെ തന്നെ DMs ഡിവൈൻ മാസ്കുലിൻസും എൻ്റെ ചാനൽ കാണുന്നുണ്ട്. എനിക്ക് മെസ്സേജസ് അങ്ങനെ വരാറുണ്ട്. അപ്പോൾ അപ്പോൾ അവരുടെ വിചാരം 1-2 ഇന്നർ വർക്ക് ചെയ്തൊരു മാസം കഴിയുമ്പോഴേക്കും റീയൂണിയൻ ആയി. കാരണം അപ്പോൾ പറയുന്നവർ പറയും എനിക്കിനൊന്നും ഹീൽ ചെയ്യാനൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. പക്ഷേ അവർക്ക് എബിലിറ്റീസ് വന്നിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് സോൾ പർപ്പസ് എന്താണെന്ന് അറിഞ്ഞിട്ടില്ല, അങ്ങനെയൊന്നും വന്നിട്ടില്ല. പക്ഷെ അവർ പറയുന്നവരൊക്കെ ഹീലായെന്നാണ്. പക്ഷെ അവരുടെ ലൈഫിൽ എന്തെങ്കിലും സിറ്റുവേഷൻസ് വരുമ്പോഴാണ് അവിടെ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, നിങ്ങൾ പേടിക്കുന്നു, അയ്യോ ഇനി എന്താവും, അങ്ങനൊരു ചിന്ത വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഹീൽഡ് അല്ല. നമ്മളെ ലൈഫിൽ എന്ത് സിറ്റുവേഷൻസ് വന്നാലും നമ്മൾ ബാക്കിലേക്ക് നിന്ന് നോക്കും. ഒരു കാർമിക് കോൺട്രാക്റ്റ് വന്നു, ഇത് സെറ്റിൽമെൻറ്റ് ആവുന്നതാണ്, അവിടെ പാഠം പഠിക്കാനുണ്ട്, എനിക്ക് തിരിച്ചും അവർക്കും പഠിക്കാനുണ്ടായിരിക്കും. അങ്ങനെ ആ ഒരു ചിന്തയിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹീൽഡാണ്. അല്ലെങ്കിൽ ചെറുതായിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ നഷ്ടപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ ചെറിയ സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ പേടിക്കുന്നു, ടെൻഷൻ ആവുന്നു, ആങ്സൈറ്റി വരുന്നു, അങ്ങനെ വരുന്നത് നിങ്ങൾ ഹീൽഡ് അല്ല. കാര്യം വരുമ്പോൾ നമ്മൾ മനസ്സിലാവും, ഞാൻ ഒന്നുകൂടി ശ്രദ്ധിക്കാനുണ്ട്, ഒന്നുകൂടി കെയർഫുൾ ആവാനുണ്ട്, ഒന്നുകൂടി ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ പറയാനുണ്ട്, അല്ലെങ്കിൽ എൻ്റെ വാഹനത്തെ ഞാൻ നന്ദി കാണിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ എപ്പോഴും കുറ്റം പറഞ്ഞിട്ടുണ്ടായിരിക്കും. നമ്മൾ അങ്ങനെയാണ് ഹീൽഡ് ആൾക്കാർ ചിന്തിക്കുന്ന വേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അത്രയും ഹീൽഡ് ആകുമ്പോഴാണ് ഈ ഒരു പെർമനൻറ്റ് റീയൂണിയൻസ് വരുന്നത്. അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഹാർമോണിയസ് പെർമനൻ്റ് ആയിട്ടുള്ള റീയൂണിയൻ ആവണമെങ്കിൽ രണ്ടുപേരും ഹീലാവണം. നിങ്ങൾ ഹീലാവുന്നതനുസരിച്ച് നിങ്ങളുടെ പാർട്ട്ണറും ഹീലാവും. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ളവർ, പിന്നൊരു കാര്യം കൂടി, റീയൂണിയന് വേണ്ടി നിങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ചേച്ചി റീയൂണിയൻ ആവണമെങ്കിൽ എങ്ങനെയായാലും റീയൂണിയൻ അതിന് വല്ല പോകും വഴിയുണ്ടോ? അപ്പോൾ എനിക്ക് പറയണ പോകും വഴി, നിങ്ങൾ ചൂസ് ചെയ്യുക. നിങ്ങളെപ്പോഴാണോ നിങ്ങളെ ചൂസ് ചെയ്ത് നിങ്ങളുടെ പാർട്ട് ക്ലിയർ ചെയ്യുന്നത്, നിങ്ങളുടെ ആദ്യം ഞാൻ എന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടോ, ഞാൻ എന്നെ കണ്ടുപിടിക്കാതെ, അല്ലെങ്കിൽ ഞാൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങാതെ, അല്ലെങ്കിൽ ഞാൻ എന്നെ ടേക്ക് കെയർ ചെയ്യാൻ തുടങ്ങാതെ, അല്ലെങ്കിൽ ഞാൻ എനിക്ക് വേണ്ട കാര്യങ്ങൾ, എൻ്റെ പർപ്പസ്, എൻ്റെ ഇഷ്ടങ്ങൾക്ക് വില കൊടുക്കാത്തൊരു പേഴ്സൺ എങ്ങനെയാണ് വേറൊരു പാർട്ട്ണർ വന്ന് അവർക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കുക? അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ള ഉത്തരം എന്താണ്, എപ്പോഴാണോ താങ്കളെ
100% അല്ലെങ്കിൽ 200% കണ്ടുപിടിക്കുന്നത് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, നിങ്ങളുടെ പാസ്റ്റ് കാര്യങ്ങളൊക്കെ ഹീൽ ചെയ്യുന്നത്. ഇന്നർ ചൈൽഡ് വൂൺസ് ഉണ്ട്, പാരൻസ് ഭയങ്കര ടോക്സിക് ആയിരുന്നു, അപ്പോൾ അത് ഹീൽ ചെയ്യുന്നത്. മണി ബ്ലോക്കേജസ് ഉണ്ട്, പാരൻസിൽ നിന്ന് കിട്ടിയത് അങ്ങനെയാണ്, ചുറ്റുപാടിൽ നിന്ന് പഠിച്ച മണി കൊടുക്കരുത്, പൈസ കൊടുക്കരുത്, പിശുക്കി വെക്കണം എന്നൊക്കെ പഠിച്ചിട്ടാണെങ്കിൽ അതൊക്കെ ബിലീഫ് സിസ്റ്റം അതൊക്കെ മാറ്റി സബ് കോൺഷ്യസ് ആയിട്ട് ഹീലിംഗ് നടക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ ചേഞ്ചസ് വരുന്നുണ്ട്. നിങ്ങൾ ഭയങ്കര ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്, ഭയങ്കര കണ്ടൻറ്റാണ്, എന്ത് വന്നാലും ഇറ്റ്സ് ഗുഡ്. അല്ലെങ്കിൽ ബാഡ് എന്ന സംഭവമല്ല, ബാഡ് എന്ന് പറഞ്ഞ എക്സ്പീരിയൻസസ് ലെസൺസ് പഠിപ്പിക്കുകയാണ്, എൻ്റെ ഗ്രോത്തിന് വേണ്ടി വരുന്നതാണ്. ഈ വേദന വരുന്നു, ഈ വേദന എന്നെ വളർത്താൻ വേണ്ടി വരുന്നതല്ല, അതിനെ തളർത്താൻ വേണ്ടി വരുന്നതല്ല എന്നുള്ള ബോധ്യത്തിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ യു ആർ ഹീൽഡ് എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ പർപ്പസിലേക്ക് എത്തും, നിങ്ങളെ കണ്ടുപിടിക്കും. നിങ്ങളുടെ വഴി തെറ്റി എന്താ പറയുക, വഴി തെളിച്ച് പോകുന്ന പോലെ നിങ്ങൾക്ക് നിങ്ങളവിടെ പ്രോസ്പറസ് ആയിട്ട് അല്ലെങ്കിൽ അബണ്ടൻ്റ് ആയിട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഒരു പ്രണയിനിയോ എന്താ പറയുക ലവറോ ഉണ്ടെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊള്ളും. അതങ്ങനെയാണ് ആ എനർജി. അതിപ്പോൾ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരാം, ഇത് പറയുമ്പോൾ കേൾക്കുമ്പോൾ സിമ്പിളായിട്ട് തോന്നും, പക്ഷേ ഇതാണ് സംഭവത്തിൽ വാസ്തവം. ഞാനും എൻ്റെ ജേർണിയിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ് വരുമ്പോഴും റീയൂണിയന് വേണ്ടിയിട്ട് പല മെഡിറ്റേഷൻസും ചെയ്തിരുന്നു, ഒന്നും നടന്നിട്ടില്ല. അവർ കൂടുതൽ റൺ ചെയ്യുക, പക്ഷേ എപ്പോഴാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് എൻ്റെ ലൈഫിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത്, അപ്പോഴാണ് ആ ഭാഗത്ത് നിന്നുള്ളൊരു മിസ്സിങ് എനർജി അവർക്ക് വന്നു തുടങ്ങുന്നു, അവർക്ക് ഓർമ്മ നമ്മളെക്കുറിച്ച് പോകുന്നതും അത് മനസ്സിലാക്കുക. അപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഉള്ളവർ കേൾക്കുന്നതാണെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് ആയിട്ടുണ്ടെങ്കിൽ ആ പെയിൻ വളരെ അൺസഹിക്കബിൾ തന്നെയായിരിക്കും, പക്ഷേ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങളെന്ത് ചെയ്യണം, നിങ്ങളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള സെപ്പറേഷൻ. കാരണം ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ മറ്റൊരാളായിരിക്കും ഓവറായിട്ട് കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ടുള്ളൊരു ഇഷ്ടം നമ്മളോട് ഉണ്ടായിരിക്കില്ല. മിക്ക റിലേഷൻഷിപ്പിലും അങ്ങനെയാണ്, എൻ്റെ കേസിലും അങ്ങനെ തന്നെയായിരുന്നു. എപ്പോഴാണ് ഞാൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്, ഞാൻ എനിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങിയത്, അപ്പോഴാണ് എൻ്റെ ലൈഫിൽ എന്താ പറയുക എല്ലാ കാര്യങ്ങളും എന്തൊക്കെയാണോ ഡൗൺ ആയിട്ട് ഇരുന്ന കാര്യം, എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഡൗൺ ആയിട്ടുള്ളത് എൻ്റെ കരിയർ ആയിരുന്നു. പിന്നെ ഫിനാൻസ്, ഞാൻ സാമ്പത്തികമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല, എനിക്കിപ്പോൾ രണ്ടും വന്നു. ഫിനാൻഷ്യലി ആദ്യം തന്നെ സ്റ്റേബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്, അത് ഓരോ മന്തും എനിക്കതിങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കും, പുതിയ കോഴ്സസ് പഠിക്കുന്നു, ഹീലിംഗ് നടക്കുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. കരിയറിൻ്റെ കേസാണെങ്കിലും അതും ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എപ്പോഴാണ് അത് നടന്നത്, ഞാൻ പൂജയോ മന്ത്രമോ അല്ലെങ്കിൽ ഒരു മാസ്റ്ററിൻ്റെ അടുത്തോ ഒന്നിനതിനു വേണ്ടി ചെയ്യാൻ പോയിട്ടില്ല. ഞാൻ എൻ്റെ ഓരോ ചക്രാസ് എനിക്ക് തന്നെ അറിയാൻ സാധിക്കും ഇവിടെ ബ്ലോക്ക്ഡ് ആണ്, അല്ലെങ്കിൽ എനിക്ക് ആൻസെസ്ട്രൽ ഹീലിംഗ് ആവശ്യമാണ്. അപ്പോൾ ഞാൻ ആൻസെസ്റ്റേഴ്സിനൊക്കെ ഫോർഗിവ്നെസ് കൊടുക്കാൻ തുടങ്ങി. എല്ലാവരും എനിക്കറിയാത്ത എൻ്റെ പൂർവികർക്ക് പോലും ഞാൻ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങി. എനിക്ക് വേണ്ടി ഇത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാറും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുക. പിന്നെ ലോ ഓഫ് അട്രാക്ഷൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കണ്ടൻറ്റാവും, നമുക്കിങ്ങനെ എന്താ പറയുക ഭയങ്കര സന്തോഷമായിരിക്കും ലൈഫിൽ. ഓരോ സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ബിക്കോസ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്നത് എന്ത് എനർജിയോ നിങ്ങൾ കൊടുക്കുന്നത് അത് തിരിച്ചു വരുന്നത്. ഞാൻ എപ്പോഴും സെലിബ്രേറ്റ് ചെയ്യാനുള്ള എനർജിയിൽ ഇരിക്കുമ്പോൾ എപ്പോഴും സെലിബ്രേഷൻസ് വരും. ഞാൻ എന്നും വൈകുന്നേരം അല്ലെങ്കിൽ ഒരു ഡേയിൽ പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ ചെയ്ത് മൈൻഡ് ഒക്കെ ക്ലെൻസ് ചെയ്ത് സെറ്റ് ചെയ്ത് വിഷ്വലൈസേഷനൊക്കെ ചെയ്തിട്ടാണ് മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ടാണ് എടുക്കുന്നത്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് റിയൂണിയൻ വേണമെങ്കിൽ ആദ്യം നിങ്ങളെ കണ്ടുപിടിച്ച് നിങ്ങളോട് ഇന്നർ യൂണിയൻ ആകണം. നിങ്ങളുടെ ഒരുപാട് ക്യാരക്ടേഴ്സും ഒരുപാട് എൻവി അല്ലെങ്കിൽ ഒരു മറ്റുള്ളവരുള്ള കമ്പാരിസനൊക്കെ ഉണ്ടായിരിക്കും, അതൊക്കെ നിങ്ങൾ മാറ്റാനുണ്ട്. നിങ്ങളിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്താൽ നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ ആരാണോ ഉള്ളത് അവർ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് നിങ്ങളുടെ ആ ടൈമിൽ ഡിവൈൻ ടൈമിൽ എല്ലാം നടക്കും. ആ ഡിവൈൻ ടൈമിങ്ങിൻ്റെ മുമ്പിൽ നമുക്കൊന്നും ആ ഒരാളെ പിടിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല. പിടിച്ചു കൊണ്ടുവന്നു ഇപ്പോൾ നിങ്ങൾ വല്ല ബ്ലാക്ക് മാജിക് എനർജി വെച്ചിട്ട് ഒരു പേഴ്സണെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് 7 ഡേയ്സോ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ എനർജി ഡിം ആവുന്നതനുസരിച്ച് അവർ പോകും. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ബ്ലാക്ക് മാജിക് എനർജിയോ അങ്ങനത്തേക്കൊന്നും പോകാതിരിക്കുക. മാക്സിമം ഞാൻ പറയാറുണ്ട്. പിന്നെയൊക്കെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ലൈഫാണ്, നിങ്ങൾക്ക് ഏത് ഡയറ്റ് ചെയ്യണോ അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾ പോവുക. അപ്പോൾ ഡിവൈൻ്റെ പ്രസൻസ്, ഡിവൈൻ നിങ്ങൾ കൂട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ബ്ലെസ്സിങ്സും മാജിക്സ്, ലൈറ്റ്, എന്താ പറയുക മിറാക്കിൾസ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. അബണ്ടൻസിൻ്റെ ഫ്ലോ ആയിരിക്കും. അതെങ്ങനെ എവിടുന്ന് അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട, നിങ്ങൾ കണ്ടൻ്റായിട്ടിരിക്കുക. ഓക്കെ, സോ ഇതാണ് എനിക്ക് റീയൂണിയനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ റീയൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ചിലപ്പോൾ നിങ്ങൾ ഹീൽഡ് അല്ലെങ്കിൽ ഇടയ്ക്ക് വരുന്ന കോണ്ടാക്റ്റോ അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് കാണുന്നതായിരിക്കാം, അതൊക്കെ റിയൂണിയൻ ആയിരിക്കും. പക്ഷെ പെർമനൻറ്റ് റിയൂണിയൻ ആകുമ്പോഴാണ് രണ്ടുപേരും ഹീൽഡ് ആകുമ്പോഴാണ് ആ പെർമനൻറ്റ് റിയൂണിയൻ നടക്കുക എന്നുള്ള ബോധ്യം ആദ്യം മനസ്സിൽ വയ്ക്കുക. അവിടെ പിന്നെ സെപ്പറേഷൻസ് വരില്ല. മറ്റേതാണെങ്കിൽ നിങ്ങൾ ഹീൽഡ് അല്ലെങ്കിൽ പിന്നെയും കോണ്ടാക്റ്റ് വന്ന് പിന്നെയും ബ്ലോക്ക് ആവാം, അല്ലെങ്കിൽ സെപ്പറേഷൻ വരും, ഗ്യാപ്പ് വരും.
ഓക്കെ, ഇതൊക്കെയാണ് ഇതിൻ്റെ പാട്ട് കേട്ടോ. അപ്പോൾ 2-3 പേര് എന്നോട് ഈ സംഭവം ചോദിച്ചു, ഡൗട്ട് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയുമ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ താരം കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ, വീഡിയോ ചെയ്യേണ്ടതാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാൻ ട്വിൻ ഫ്ലെയിം ജേർണീനെ കുറിച്ചുള്ള വീഡിയോസ് സത്യം പറഞ്ഞാൽ ടാരോ വീഡിയോസ് ഡെയിലിയൊക്കെ ഇടാറുണ്ട്. പക്ഷേ ട്വിൻ ഫ്ലെയിമിനെ കുറിച്ചിട്ട് വീഡിയോസ് ഞാൻ കുറവാണ് പോസ്റ്റ് ചെയ്യുന്നത്. കാരണം ട്വിൻ ഫ്ലെയിം ജേർണിയിലൂടെ പോകുന്ന ആൾക്കാർ ഓട്ടോമാറ്റിക്കലി ഇന്നർ വർക്കൊക്കെ ചെയ്ത് പോകുന്നുണ്ട്. ചിലവർ ട്വിൻ ഫ്ലെയിം ജേർണിയിലാകില്ല, പക്ഷേ ചാനൽസ് കാണുന്നത് അവർക്ക് ഇന്നർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അവർ ചിന്തിക്കും ട്വിൻ ഫ്ലെയിം ആണെന്ന് കരുതി അവരുടെ ലൈഫ് അവർ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ ചാനൽ വഴി അങ്ങനെ ഒരാൾക്ക് പോലും കൺഫ്യൂഷൻസ് കൊണ്ടുവരരുത് എന്നുള്ളൊരു തോട്ട് എനിക്കുണ്ട്. അത് വളരെ കർമ്മക്കണക്കാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അത്രയും ഇൻഡ്യൂട്ടീവിൽ വരുമ്പോൾ മാത്രമാണ് ട്വിൻ ഫ്ലെയിമിനെ കുറിച്ചുള്ള വീഡിയോസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. എനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പറഞ്ഞ പോലെ Jan 16th ടാരോ കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ഈ പറയുന്ന കോഴ്സസ് നിങ്ങൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് കാർഡ്സൊക്കെ പരിചിതമായിരിക്കും. പക്ഷേ എന്ന് കരുതി നിങ്ങൾ സോൾ പർപ്പസിനെ ചാടിക്കയറി ചെയ്യരുത് എന്ന് എനിക്കൊരു പറയാനുണ്ട്. കാരണം ഈ കാർഡുമ്പോൾ ഉണ്ടാകുന്ന ഓരോ കളറിനും മീനിങ്സ് ഉണ്ട്, ഒരു ഡോട്ടിനും മീനിങ്സ് ഉണ്ട്, കാണുന്ന സ്പിരിറ്റ് അനിമൽസിനും മീനിങ്സ് ഉണ്ട്. അപ്പോൾ അത് ബേസിക്കായിട്ട് പഠിച്ചിട്ട് നിങ്ങൾ പിന്നെ ചാനൽ തുടങ്ങി നിങ്ങൾക്ക് സോൾ പർപ്പസായിട്ട് ചെയ്യാം. അല്ലാതെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ തെറ്റായിട്ടുള്ള എന്തെങ്കിലും അഡ്വൈസസോ കാര്യങ്ങളോ കൊടുത്തു കഴിഞ്ഞ്, ശരിക്കും ടാരോ റീഡ് ചെയ്ത് കൊടുക്കുക മാത്രമല്ല, അവർക്ക് അഡ്വൈസസ് കൊടുക്കണം. നമ്മളത് റീഡ് ചെയ്ത് നമ്മൾ ഇൻറ്റ്യൂഷൻസും തേടയൊക്കെ ഒന്ന് ഓപ്പണായി പാകമാണ്. അതിന് മുന്നേ നിങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ എനർജി നിങ്ങൾക്ക് വരും. നിങ്ങൾക്ക് ഓറ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അറിയില്ല, കോഡ് കട്ടിങ് ഉണ്ട്, കാർഡിൽ തന്നെ കോഡ് കട്ടിങ് ഒക്കെ ഉണ്ട്. ഇതൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ കാർഡുമ്പോൾ ഇവർ ഓരോരുത്തരുടെ എനർജി വരുമ്പോൾ കറക്റ്റ് റീഡിങ് ആയിരിക്കില്ല നിങ്ങൾ കൊടുക്കുന്നത്. അങ്ങനത്തെ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. സോ അങ്ങനത്തെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രം എന്തായാലും കോഴ്സ് ചെയ്തിട്ട് നിങ്ങൾ സോൾ പർപ്പസ് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്ന് ബേസിക് ലെവലിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അത് എൻ്റെ അങ്ങനെ ഒരു സ്റ്റുഡൻറ്റ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ് കേട്ടോ. പിന്നെ ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, നമുക്ക് പറയാനേ സാധിക്കുള്ളൂ. പിന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ തന്നെ സ്ട്രോങ് ആയിട്ട് വില്ലുണ്ട്, പഠിക്കാതെ ചെയ്യണമെന്നാണെങ്കിൽ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ നിങ്ങൾക്ക് ഓരോ സിറ്റുവേഷൻസ് വരുമ്പോൾ നിങ്ങൾ ആ പാഠങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്.